Hi all, Comparative Design ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ്. ഇന്റർമീഡിയറ്റ് കോഡിന്റെ ഫോംസ് ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ്. അതിൽ സിൻടാക്സ് ട്രീ, ഡയഗ് റെപ്രസെന്റേഷൻ, പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ, 3 അഡ്രസ് കോഡ്. ആദ്യത്തെ 3 ഫോമും ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. ആ ക്ലാസ് നിങ്ങൾ കാണുക. അത് കഴിഞ്ഞ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 അഡ്രസ് കോഡിനെ കുറിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് 3 അഡ്രസ് കോഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷന്റെ 4ാമത്തെ മെത്തേഡ് ആണ് 3 അഡ്രസ് കോഡ്. 3 അഡ്രസ് കോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. 3 അഡ്രസ് കോഡ് is a type of intermediate code which is easily to generate and can be easily converted to machine code. 3 അഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡാണ്. എന്തിനു വേണ്ടിയാ? സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോഡിൽ നിന്ന് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് 3 അഡ്രസ് കോഡ്. Okay, it makes use of most 3 address code and one operator to represent an expression, and the value computed at each instruction is stored in the temporary variable generated by the compiler. അപ്പോൾ 3 address കോഡിൽ ഒരു ഓപ്പറേറ്റർ കാണും, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ കാണും, വാല്യൂ ഒരിടത്ത് കാണും. പിന്നെന്തോ ഈ വാല്യൂ എന്ത് ചെയ്യും? ഓപ്പറേറ്റർ വെച്ച് നമ്മളൊരു ടെമ്പററി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് അതിനകത്ത് കമ്പൈലിംഗ് നടത്തും. അതാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ 3 അഡ്രസ് കോഡിനകത്ത് എന്ത് കാണും? 2 ഓപ്പറൻഡും കാണും, ഒരു ഓപ്പറേറ്റർ കാണും. അതിനെ പറയുന്നതാണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ കമ്പൈലർ ഡിസൈഡ്സ് ദ ഓർഡർ ഓഫ് ഓപ്പറേഷൻ ഗിവൺ ബൈ 3 അഡ്രസ് കോഡ്. 3 അഡ്രസ് കോഡ് ഏത് ഓർഡർ ചെയ്യണമെന്നുള്ളത് കമ്പൈലറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻ 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് അറ്റ്മോസ്റ്റ് 3 അഡ്രസ് ആർ യൂസ് ടു റെപ്രസെന്റ് എനി സ്റ്റേറ്റ്മെന്റ്. ഇൻ 3 അഡ്രസ് കോഡിൽ ഏകദേശം 3 അഡ്രസ് എങ്കിലും എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണം. ദ റീസൺ ഫോർ ദ ടൈം 3 അഡ്രസ് കോഡ് ഈസ് ദാറ്റ് ഈച്ച് സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്ൻസ് 3 അഡ്രസ് അറ്റ്മോസ്റ്റ് 3 അഡ്രസ് എങ്കിലും കാണും. 2 of the operand and 1 of the resultant. 2 ഓപ്പറൻഡും കാണും, 2 ഓപ്പറേറ്ററിനും ഒരെണ്ണം റിസൾട്ടിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഇനി ജനറൽ ഫോം ഓഫ് 3 അഡ്രസ് കോഡ്. 3 അഡ്രസ് കോഡിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ A equal to B of C. ഇവിടെ ABC എന്ന് പറഞ്ഞാൽ ഓപ്പറൻഡ് ആണ്, OP എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ആണ്. മനസ്സിലായില്ലേ? ABC are the operands that can be names, constants or compiler generated temporaries. ABC എന്ന് പറഞ്ഞാൽ ഓപ്പറൻഡിന്റെ നെയിം ആണ്. ഓപ്പറൻഡ് മേ ബി കോൺസ്റ്റന്റ് വരാം, ഒരു കമ്പൈലർ ജനറേറ്റ് ടെമ്പററീസ് വേണമെങ്കിലും വരാം. മനസ്സിലായോ? അതായത് ടെമ്പററി വേരിയബിൾ അസൈൻ ചെയ്തിട്ട് അത് വേണമെങ്കിലും ഇവിടെ വരാം. ഓക്കെ, ഇവിടെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ കാണാം. OP represent operator such as fixed or floating point arithmetic operator or logical operator. ഈ ഓപ്പറേറ്ററിനകത്ത് അരിത്തമാറ്റിക് ഓപ്പറേറ്ററും വരാം, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും വരാം. Thus the source language expression is like നോക്കിയേ x plus y star z നെ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് നോക്കിയോ. ഫസ്റ്റ് ഒരു ടെമ്പററി വേരിയബിൾ കൊടുത്തു, T1 ഈക്വൽ ടു ഏതാ? y star z. ഈ ഓപ്പറേഷൻ അല്ലേ ആദ്യം നടക്കുന്നത്. ഈ ഓപ്പറേഷനെ ഒരു ടെമ്പററി വേരിയബിളിലോട്ട് കൊടുത്തു, അതായത് T1 ഈക്വൽ ടു y star x. ഇതുകൊണ്ട് 1 2 3 3 ഓപ്പറൻഡ് ആയില്ലേ? 3 അഡ്രസ് കോഡ് പോലെ ആയില്ലേ? T2 എന്ന് വെച്ചാൽ എന്തുവാ? ഇവിടെ ഓക്കെ x പ്ലസ് y star z. y star z നെ എന്ത് ചെയ്ത് ഒരു ടെമ്പററി വേരിയബിളിലോട്ട് കൊടുത്തു. അതിന്റെ റിസൾട്ട് എവിടെ കാണും? T1. ദെൻ ടെമ്പററി വേരിയബിൾ T2 ഉണ്ട്. T2ൽ എന്ത് ചെയ്തേക്കുന്നത്? x പ്ലസ് ഇത് ചെയ്തിട്ടുണ്ടല്ലോ, T1. മനസ്സിലായോ? ഇനി റിസൾട്ട് എവിടെ കാണും? T2ൽ കാണും. Where T1 and T2 are compiler generated temporary names. അവിടെ T1 ഉം T2 ആണ് കമ്പൈലർ ജനറേറ്റഡ് ടെമ്പററി വേരിയബിൾസ് ആയിട്ട് പറയുന്നത്. അതാ പറഞ്ഞത് ഇവിടെ ABC ഓപ്പറൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ കമ്പൈലർ ജനറേറ്റഡ് ടെമ്പററീസും ആവാം. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് 3 അഡ്രസ് കോഡ്. 3 അഡ്രസ് കോഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. The unraveling of a complicated arithmetic expressions and of nested flow of control statement makes 3 address code desirable for target code generation and optimization. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ നെസ്റ്റഡ് ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യും? ഒരു 3 അഡ്രസ് കോഡിലോട്ട് ആക്കിയതിനു ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു കോഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അപ്പൊ 3 അഡ്രസ് കോഡിന്റെ ഫംഗ്ഷൻ എന്തുവാ? വലിയൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? പല പല സീക്വൻസ് ആയിട്ട് ആക്കിയതിനു ശേഷം, അല്ലെങ്കിൽ പല നെസ്റ്റഡ് ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിനെയും പല പല സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് ഈ കൺട്രോൾസിനെ എല്ലാം കൊണ്ടുവന്ന് ഡയറക്റ്റ് എങ്ങോട്ടായി കൊടുക്കും? അടുത്ത ടാർഗറ്റ് കോഡ് ജനറേഷനും ആൻഡ് ഒപ്റ്റിമൈസേഷനും കൊടുക്കും. അവിടെ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അതിനെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? യൂസ് ഓഫ് നെയിംസ് ഫോർ ഇന്റർമീഡിയറ്റ് വാല്യൂസ് കമ്പ്യൂട്ടഡ് ബൈ എ പ്രോഗ്രാം allows 3 address code to be easily rearranged unlike postfix notation. അതായത് 3 address code എന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ ടേബിളിൽ ഈ ഓപ്പറേഷൻസ് വെച്ചതിന് ശേഷം
ഈ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്നൊക്കെ ആ ഫ്ലോ അനുസരിച്ച് കറക്റ്റ് കൊടുത്ത് എന്ത് ചെയ്യും, ഇതിനെ പ്രോഗ്രാമിലോട്ട് ജനറേറ്റ് ചെയ്ത് ഓരോ സീക്വൻസ് പ്രോഗ്രാം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സീക്വൻസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ 3 അഡ്രസ് കോഡിന്റെ മെത്തേഡ് അനുസരിച്ച് എന്ത് ചെയ്യും, റിസൾട്ട് കൊണ്ടുവരും. അപ്പൊ അതാണ് 3 അഡ്രസ് കോഡിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി 3 അഡ്രസ് കോഡിന്റെ ഒരു എക്സാമ്പിൾ കാണാം. ആ സെയിം എക്സാമ്പിൾ തന്നെ എടുത്തേക്കുന്നത് എ ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി. നമ്മൾ അതിന്റെ സിന്റാക്സ് ട്രീ റെപ്രസെന്റേഷൻ കണ്ടു, അതിന്റെ ഡാഗ് റെപ്രസെന്റേഷൻ കണ്ടു. ഇനി അതിന്റെ 3 അഡ്രസ് കോഡിൽ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ 3 അഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു ഇന്റർമീഡിയറ്റ് കോഡാണെന്നും പറഞ്ഞു. ഇനി ഇവിടെ നോക്ക്, ഇതൊരു ഓപ്പറേഷൻ അല്ലേ, ബി സ്റ്റാർ മൈനസ് സി ഒരു ഓപ്പറേഷൻ അല്ലേ, ഈ മൈനസ് സി ഒരു ഓപ്പറേഷൻ അല്ലേ, സ്റ്റാർ ഓപ്പറേഷൻ അല്ലേ, ബി സ്റ്റാർ മൈനസ് സി ഒരു ഓപ്പറേഷൻ അല്ലേ. ഈ രണ്ടും, ഈ ബി സ്റ്റാർ മൈനസ് സിയും ബി സ്റ്റാർ മൈനസ് സിയുടെ ചേർത്തേക്കുന്ന ഏതാ, പ്ലസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതെങ്ങനെ 3 അഡ്രസ് കോഡിൽ എഴുതും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്യും, നമുക്ക് വേണ്ടുന്നത് ഈ സി എ എടുക്കുക, അതായത് മൈനസ് സി. അപ്പൊ യൂണറി മൈനസ് സി എ ആദ്യം ഒരു ടെമ്പററി വേരിയബിൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ 3 അഡ്രസ് കോഡ് കറസ്പോണ്ടിങ് ടു സിന്റാക്സ് ട്രീ ആൻഡ് ടാഗ് ഗിവൺ ബിലോ. അപ്പൊ നമുക്ക് അതിന്റെ 3 അഡ്രസ് കോഡ് എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. കോഡ് ഫോർ സിന്റാക്സ് ട്രീ. ആദ്യം എന്ത് ചെയ്യും, മൈനസ് സി എ ഒരു ടെമ്പററി വേരിയബിളോട്ട് നമ്മൾ അസൈൻ ചെയ്യുക. ഓക്കെ, T1 ഈക്വൽ ടു യൂണറി മൈനസ് സി. എന്നിട്ട് ഇതും ഈ ബി യു ആയിട്ട് എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ആണ്, സ്റ്റാർ ആണ്. ഓക്കെ, അന്നേരം രണ്ടാമത്തെ ടെമ്പററി വേരിയബിൾ നമുക്ക് എടുക്കാം, T1 ഈക്വൽ ടു ബി സ്റ്റാർ T1. T1ൽ എന്തുകൊണ്ട്, T1 എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണറി മൈനസ് സി അതിൽ ആദ്യം അസൈൻ ചെയ്തു. ദെൻ ബി സ്റ്റാർ മൈനസ് സി എവിടെ ഉണ്ട്, ടെമ്പററി വേരിയബിൾ അസൈൻ ചെയ്തിട്ടുണ്ട്, ബി സ്റ്റാർ T1 which is assigned to T2. അപ്പം ബി സ്റ്റാർ മൈനസ് സിയുടെ വാല്യൂ എവിടെ ഉണ്ട്, T2ലുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഏതാ, വീണ്ടും ഈ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് അവിടെ വീണ്ടും എടുക്കുക. T3 എന്ന് പറയുന്നത് വീണ്ടും യൂണറി മൈനസ് സി, ഈ ഓപ്പറന്റ്. ദെൻ അടുത്ത ഏതാ ഓപ്പറേഷൻ, സെയിം ഓപ്പറേഷൻ T4 ബി സ്റ്റാർ T3, അതായത് ഈ -3 ആണ്, യൂണറി മൈനസ് സി ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെ എന്ത് ചെയ്യും, ഈ വാല്യൂ എവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്, T3ലാണ്. അപ്പൊ ബി സ്റ്റാർ T3. അപ്പൊ ഇവിടെ എന്ത്, ബി സ്റ്റാർ T1ഉം ബി സ്റ്റാർ T2 ആയി. അപ്പൊ ഈ രണ്ട് ഓപ്പറേഷനും ആയില്ലയോ, അത് എവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്, T2 ആൻഡ് T4. ദെൻ ഇത് രണ്ടുകൂടെ എന്ത് ചെയ്തിരിക്കുന്നത്, അഡീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റർ ഏതാ, പ്ലസ്. അപ്പൊ പുതിയൊരു ടെമ്പററി വേരിയബിൾ T5 അസൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സെറ്റ് എവിടെ ഇരിപ്പുണ്ട്, T2 പ്ലസ് T4. അങ്ങനെ വരുമ്പോൾ നോക്ക്, T5 ഈക്വൽ ടു T2 പ്ലസ് T4. ദെൻ ഈ റിസൾട്ടൂടെ ആഡ് ചെയ്ത റിസൾട്ട് എവിടെ ഇരിപ്പുണ്ട്, ടെമ്പററി 5ൽ ഇരിപ്പുണ്ട്, T5ൽ ഇരിപ്പുണ്ട്. ദെൻ എ ഈക്വൽ ടു ദിസ് റിസൾട്ടന്റ് എങ്ങനെ വരും, അപ്പം ഇത്രയും റിസൾട്ട് എവിടെ ഇരിപ്പുണ്ട്, T5. അങ്ങനെ എങ്ങനെ അസൈൻ ചെയ്യും, എ ഈക്വൽ ടു T5 അസൈൻ ചെയ്ത. ഇതാണ് സിന്റാക്സ് ട്രീയുടെ 3 അഡ്രസ് കോഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സിന്റാക്സ് ട്രീ ഡയഗ് റെപ്രസെന്റേഷൻ കണ്ടു, ആ സിന്റാക്സ് ട്രീയുടെ അനുസരിച്ച് അതിന്റെ 3 അഡ്രസ് കോഡ് റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡയഗ് റെപ്രസെന്റേഷന്റെ കോഡ് എങ്ങനെ എഴുതും, കോമൺ സബ് എക്സ്പ്രഷനെ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബി സ്റ്റാർ മൈനസ് എ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ടെമ്പററി വേരിയബിൾ മാത്രം അസൈൻ ചെയ്താൽ പോരെ. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാ നോക്കാം. ആദ്യം അതുപോലെ തന്നെ T1 ഈക്വൽ ടു യൂണറി മൈനസ് സി. ദെൻ T2 എന്ന് പറയുന്നത് എന്തുവാ, മൈനസ് സി ഇൻറ്റു ബി, ഇല്ലയോ, T2ൽ അസൈൻ ചെയ്യുക, ബി സ്റ്റാർ T1 എന്ന് പറഞ്ഞാൽ യൂണറി മൈനസ് സി. ഇവിടെ T3 എന്തായിരിക്കും, ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി, കോമൺ സബ് എക്സ്പ്രഷൻ അല്ലേ, അത് ബി സ്റ്റാർ മൈനസ് സി ഇതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ T3 എന്ത് ചെയ്യും, ഇത് രണ്ടോട്ട് ആഡ് ചെയ്താൽ പോരെ. ഈ T2 എന്ന് പറഞ്ഞാൽ ബി സ്റ്റാർ T1 കൊടുത്തിട്ടുണ്ട്, ബി സ്റ്റാർ T1 അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് രണ്ടോട്ട് ആഡ് ചെയ്താൽ പോരെ. ഇത് T2ൽ അസൈൻ ചെയ്തിട്ടുണ്ട്, ഇത് T2ലുണ്ട്. അങ്ങനെ ആണെങ്കിൽ T3 എന്ന് പറയുന്നത് എന്തുവാ, T2 പ്ലസ് T2. ഓക്കെ, ദെൻ എന്തുവാ നമ്മുടെ റിസൾട്ടന്റ് എവിടെ ഇരിക്കുന്നത്, T3ലുണ്ട്. ഇത്രയും റിസൾട്ട് എവിടെ ഇരിപ്പുണ്ട്, T3ലുണ്ട്. എ ഈക്വൽ ടു എയിലോട്ട് ഏത് നമ്മൾ അസൈൻ ചെയ്യണം, റിസൾട്ട് അസൈൻ ചെയ്യണം. അപ്പൊ എ ഈക്വൽ ടു T. അപ്പൊ ഇതാണ് 3 അഡ്രസ് കോഡ് റെപ്രസെന്റേഷൻ ഓഫ് എ സിന്റാക്സ് ട്രീ ആൻഡ് ഡയഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തരുവാണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരും. ഈ എക്സാമ്പിളിന്റെ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എഴുതാൻ പറഞ്ഞാൽ ആദ്യം സിന്റാക്സ് ട്രീ വരയ്ക്കണം, രണ്ടാമത് ഡാഗ് വരയ്ക്കണം, മൂന്നാമത് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ വരയ്ക്കണം, ദെൻ 3 അഡ്രസ് കോഡ്. ഓക്കെ ആണോ? അതാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അപ്പം ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സിന്റാക്സ് ട്രീ വരയ്ക്കണം, പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ വരയ്ക്കണം, 3 അഡ്രസ് കോഡ് വരയ്ക്കണം. ഓക്കെ ആണോ? ദെൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് എ 3 അഡ്രസ് കോഡ്.
3 address code എന്ന് പറഞ്ഞാൽ എന്തുവാ? is an abstract form of intermediate code. Okay ആണ്. In a compiler, these statements can be implemented as a record with the field of operator and the operands. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ടെമ്പററി വേരിയബിൾ വെക്കും, അത് ഇതുമായിട്ട് ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു റെക്കോർഡ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പോലാണ് എന്ത് പറയുന്നത്, ഒരു അബ്സ്ട്രാക്ട് ഫോം ആണ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന 3 ഫോം ഏതൊക്കെയാണ്? ക്വാഡ്രപ്പിൾസ്, ട്രിപ്പിൾസ് ആൻഡ് ഇൻഡയറക്ട് ട്രിപ്പിൾസ്. ഓക്കെ, എന്താണ് ക്വാഡ്രപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. A quadruple is a record structure with 4 fields which are of argument 1, argument 2 and result. അപ്പോൾ ക്വാഡ്രപ്പിൾ റെക്കോർഡ് സ്ട്രക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 4 ഫീൽഡിലാണ്. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട്. അപ്പൊ ഈ 4 ഫീൽഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ക്വാഡ്രപ്പിൾ റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്പ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്റേണൽ കോഡ് ഫോർ ദ ഓപ്പറേറ്റർ. അതായത് ഇൻസൈഡ് ഓപ്പറേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഇന്റേണൽ കോഡ് എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നതാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റർ. ഇറ്റ് ക്യാൻ ബി അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ഓർ റിലേഷണൽ ഓപ്പറേറ്റർ എക്സെട്ര. ഏത് ഓപ്പറേറ്റർ വേണമെങ്കിലും ആവാം. ഇനി എന്ത് പറയും? ദ 3 അഡ്രസ് കോഡ്, ദ 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട്. അപ്പൊ 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ ഓഫ് ഇസഡ്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? y എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് 1, z എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ആർഗ്യുമെന്റ് 2, then x is the result. അപ്പൊ ഇങ്ങനെയാണ് ഒരു 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, the content of the argument 1, argument 2 and the result are normally pointers to the symbol table entries. അതായത് ആർഗ്യുമെന്റ് 1ഉം ആർഗ്യുമെന്റ് 2ഉം റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടേബിളിൽ ഇത് എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ പോയിന്റേഴ്സ് ആണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ നെയിംസ് റിപ്രസെന്റ് ഫോർ ദിസ് ഫീൽഡ്. അപ്പൊ ഓരോ ഫീൽഡിലും എന്താണ് എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഇഫ് സോ ടെമ്പററി നെയിംസ് മസ്റ്റ് ബി എന്റേർഡ് ഇൻ ടു സിമ്പിൾ ടേബിൾ ആസ് ദേ ക്രിയേറ്റഡ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പററി വേരിയബിൾസ് എന്ത് ചെയ്യും? ആ ടേബിളിൽ ഇതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് ഇൻസ്ട്രക്ഷൻ. അസൈൻമെന്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണറി അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് തന്നെ പറയാം. കോപ്പി സ്റ്റേറ്റ്മെന്റ്, 2 ജംപ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ ജംപ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദെൻ പ്രൊസീജിയർ കോൾ. ദീസ് ആർ ദ സം ഓഫ് ദ ടൈപ്സ് ഓഫ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് y ഈക്വൽ ടു y ഓഫ് z. ഇവിടെ എത്ര ഫീൽഡ് ഉണ്ട്? 4 ഫീൽഡ് ഉണ്ട്. ഏതൊക്കെയാ? ഓപ്പറേഷൻ ഉണ്ട്, ആർഗ്യുമെന്റ് 1 ഉണ്ട്, ആർഗ്യുമെന്റ് 2 ഉണ്ട്, റിസൾട്ട് ഉണ്ട്. അങ്ങനെ 4 ഫീൽഡ്. ഇതൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ആർഗ്യുമെന്റ് 1ലും ആർഗ്യുമെന്റ് 2ലൊക്കെ വാല്യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ y ആണ് ആർഗ്യുമെന്റ് 1 റെപ്രസെന്റ് ചെയ്യുന്നത്, z എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് 2നെ റെപ്രസെന്റ് ചെയ്യുന്നു, x എന്ന് പറഞ്ഞാൽ റിസൾട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എനി അരിത്തമാറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. മനസ്സിലായി? ഈ ഓപ്പറേന്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് ഇന്റേണൽ കോഡ്. അത് ഇന്റേണലി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിന്റെ എന്ത് ഓപ്പറേഷൻ നടക്കുന്നത് അത് ഇന്റേണലി റെപ്രസെന്റ് ചെയ്യുന്ന കോഡാണ് ഓപ്പ് എന്ന് പറയുന്നത്. ബാക്കി സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ? ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട്. ഓക്കെ ആണോ? ദെൻ അടുത്ത എന്തുവാ? യൂണറി അസൈൻമെന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അസൈൻമെന്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഓഫ് വൈ. ഒരു യൂണറി ഓപ്പറേറ്ററിന്റെ അസൈൻമെന്റിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എക്സ് ഈക്വൽ ടു ഓഫ് വൈ. ഇവിടെ ഏതൊക്കെ ഫീൽഡ് ഉണ്ട്? ഇവിടെ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് 2 ഫീൽഡ് ഇല്ല. ഇവിടെ ഏതൊക്കെ ഫീൽഡ് ഉള്ളത്? ഓപ്പറേറ്റർ ഫീൽഡ്, ആർഗ്യുമെന്റ് 1 ഫീൽഡ് ആൻഡ് റിസൾട്ട് ഫീൽഡ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് യൂണറി ഓപ്പറേറ്ററിന്റെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ ആർഗ്യുമെന്റ് 2 ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഓപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ, y എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് 1, x is the result. ഓക്കെ, ദെൻ കോപ്പി സ്റ്റേറ്റ്മെന്റ്. കോപ്പി സ്റ്റേറ്റ്മെന്റ് പറയും എക്സ് ഈക്വൽ ടു വൈ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് 1 എന്ന് പറഞ്ഞാൽ വൈയും റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സും ആണ്. ദെൻ 2 ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെയാ? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അൺകണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഗോ ടു എൽ, ഏതെങ്കിലും ലേബലിലോട്ട് ജമ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ജംപ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഗോ ടു എൽ. ദെൻ കണ്ടീഷണൽ ജംപ്. കണ്ടീഷണൽ ജംപ് എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് റിലേഷണൽ ഓപ്പറേറ്റർ y go to L. L എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലേബൽ. ഇവിടെ ലേബൽ ഒക്കുപ്പൈസ് റിസൾട്ട് ഫീൽഡ്. L എന്ന് പറയുന്നത് ലേബൽ ആണ്, ലേബൽ ഒക്കുപ്പൈസ് ദ റിസൾട്ട് ഫീൽഡ്. ഇനി അടുത്ത പ്രൊസീജിയർ കോൾ ആൻഡ് റിട്ടേൺ. പ്രൊസീജിയർ കോളില് നോ ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട്. ആർഗ്യുമെന്റ് 2 ഇല്ല, റിസൾട്ടും ഇല്ല. ഓൺലി ആർഗ്യുമെന്റ് 1. അതായത് പാരാമീറ്റർ എക്സ് എവിടെ റെപ്രസെന്റ് ചെയ്യുന്നോ അവിടെ അങ്ങോട്ട് പോയിന്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഇത്രയാണ് എന്താ പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ആ സ്റ്റേറ്റ്മെന്റും അതിന്റെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് താഴോട്ട് കാണാം. ഓക്കെ, ദെൻ നമുക്ക് ക്വാഡ്രബിൾസിന്റെ ഒരു എക്സാമ്പിൾ കാണാം. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ടു ക്വാഡ്രബിൾ. ഈ എക്സ്പ്രഷനെ നമുക്ക് എന്താ ക്വാഡ്രബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം. എക്സ്പ്രഷൻ നോക്കിയോ? എ ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി.
ഇവിടെ നമ്മൾ നോക്കിയേ സിൻടാക്സ് ട്രീയും ഡാഗും വരച്ച സെയിം എക്സാമ്പിൾ എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. A equal to B star minus C plus B star minus C. ഓക്കെ, ഈ എക്സ്പ്രഷനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ദ 3 അഡ്രസ് കോഡ് റെപ്രസെന്റേഷൻ. ഈ എക്സ്പ്രഷന്റെ ഒരു 3 അഡ്രസ് കോഡ് കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? ഓക്കെ, ഇങ്ങനൊരു റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്യുന്നത്? ആദ്യം ഇവിടെ യൂണറി ഓപ്പറേറ്റർ എടുക്കും. യൂണറി ഓപ്പറേറ്റർ ആദ്യം എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? ഇതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഈ യൂണറി ഓപ്പറേറ്റർ എടുക്കും, അത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റോട് പ്ലസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റിസൾട്ടന്റ് വാല്യൂവിനെ എയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. 3 അഡ്രസ് കോഡ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് ഏതാ? T1 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്ത് എന്തുവാ? യൂണറി മൈനസ്, അതായത് മൈനസ് സിയെ റെപ്രസെന്റ് ചെയ്ത് യൂണറി മൈനസ് സി. ഓക്കെ, ദെൻ അടുത്ത എങ്ങനെ നോക്കാം. ഓക്കെ, ഇനി അടുത്ത എന്തുവാ? ബി സ്റ്റാർ മൈനസ് സി. ബി സ്റ്റാർ മൈനസ് സിയെ എങ്ങനെ ചെയ്യാം? അടുത്ത T2 റെപ്രസെന്റ് ചെയ്ത് എങ്ങനെ വരാം? ബി സ്റ്റാർ മൈനസ് സി. മൈനസ് സി എവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്? T1 റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ചാൽ പോരെ. ഓക്കെ, T2 ഈക്വൽ ടു ബി സ്റ്റാർ T1. ഓക്കെ ആണല്ലോ. ദെൻ ഈ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എടുക്കുക. യൂണറി മൈനസ് സിയെ അസൈൻ T3 അസൈൻ ചെയ്യുക. ദെൻ T4 എന്ന് പറഞ്ഞാൽ എന്തോ? ബി സ്റ്റാർ ഈ T3 ഇത് അസൈൻ ചെയ്തിട്ടുണ്ട്, ബി സ്റ്റാർ T3. ദെൻ അടുത്ത ഏതാ? T5 ഈക്വൽ ടു ഈ ഓപ്പറേഷൻ പ്ലസ് ഈ ഓപ്പറേഷൻ. ഓക്കെ, അങ്ങനെ T2 പ്ലസ് T4, T2 പ്ലസ് T4. ഓക്കെ ആണല്ലോ. ദെൻ റിസൾട്ട് എവിടെ ഉണ്ട്? T5 അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷനിലോട്ട് റിസൾട്ട് കൊടുത്താൽ പോരെ, ഇത്രയും റിസൾട്ട് അങ്ങോട്ട് കൊടുത്താൽ പോരെ. A ഈക്വൽ ടു T5. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്താ 3 അഡ്രസ് കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മൾ വെച്ച് ക്വാഡ്രബിളിൽ 4 ഫീൽഡ് ഉപയോഗിക്കുന്നു. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആ 4 ഫീൽഡ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യും. ഈ സിമ്പിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതനുസരിച്ച് അതിനകത്തോട്ട് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ക്വാഡ്രബിൾസിന്റെ റെപ്രസെന്റേഷൻ കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ ടേബിൾ എടുക്കാം. അവിടെ ഏതൊക്കെയുണ്ട്? ലൊക്കേഷൻ ഫീൽഡ് ഉണ്ട്, പിന്നെ 4 ഫീൽഡുകളുണ്ട്. ഏതൊക്കെയാ? ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്പറേറ്റർ എടുക്കുക. T1 ഈക്വൽ ടു യൂണറി മൈനസ് സി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഓപ്പറേറ്റർ ഏതാ? യൂണറി അസൈൻമെന്റ് ഓപ്പറേറ്റർ. നമ്മൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് കണ്ടില്ലായിരുന്നോ? ആ സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കും? അവിടെ എന്തോ ആർഗ്യുമെന്റ് 2 ഇല്ലെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ലൊക്കേഷൻ എടുക്കുക. നമ്മുടെ ഓപ്പറേറ്റർ ഏതാ? യൂണറി മൈനസ്. ആർഗ്യുമെന്റ് 1 ഏതാ? സി. ആർഗ്യുമെന്റ് 2 ഉണ്ടോ? ഇല്ല. ദെൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ T1. അസൈൻമെന്റ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു നോ ആർഗ്യുമെന്റ് 2 എന്ന് പറഞ്ഞായിരുന്നു. ആർഗ്യുമെന്റ് 2 ഇല്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. നമുക്ക് നമ്മുടെ ഫസ്റ്റ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് T2 ഈക്വൽ ടു ബി സ്റ്റാർ T1. ഇവിടെ എന്തോ? ആർഗ്യുമെന്റ് 1 ഉണ്ട്, ആർഗ്യുമെന്റ് 2 ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, റിസൾട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ലൊക്കേഷനിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം. സ്റ്റാർ ബി ആർഗ്യുമെന്റ് 2 എന്ന് പറഞ്ഞാൽ T1, ദെൻ റിസൾട്ട് സ്റ്റോർ ചെയ്ത് എങ്ങനെ? അവിടെ T2. ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ? സെയിം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയ അങ്ങനെയാണോ അതേപോലെ ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിൽ പോകും. അടുത്ത ലൊക്കേഷനിൽ യൂണറി മൈനസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ യൂണറി മൈനസ്. ഏത് വാല്യൂ വരും? സി വരും. ആർഗ്യുമെന്റ് 2 ഉണ്ടോ? ഇല്ല. റിസൾട്ട് എവിടെ ഇരിക്കുന്നത്? T3 ഇരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി T4 അടുത്ത സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് അടുത്ത ലൊക്കേഷൻ എടുക്കുക. T4 ഈക്വൽ ടു ബി സ്റ്റാർ T3. അങ്ങനെ വരുമ്പോൾ എന്തുവാ? ബി എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് 1, T3 എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് 2, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ, T4 എന്ന് പറഞ്ഞാൽ റിസൾട്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റർ ഏതാ? സ്റ്റാർ, ആർഗ്യുമെന്റ് 1 എന്ന് പറഞ്ഞാൽ ബി, ആർഗ്യുമെന്റ് 2 എന്ന് പറഞ്ഞാൽ T3, റിസൾട്ട് എന്ന് പറഞ്ഞാൽ T4. ഓക്കെ ആണോ? അടുത്ത ലൊക്കേഷൻ T5 ഈക്വൽ ടു T2 പ്ലസ് T4. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റർ ഏതാ? പ്ലസ്, ആർഗ്യുമെന്റ് 1 T2, ആർഗ്യുമെന്റ് 2 T4, റിസൾട്ട് T5. ഓക്കെ ആണോ? ദെൻ അടുത്ത എന്താ പറഞ്ഞത്? നമ്മൾ കോപ്പി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു അല്ലേ? അടുത്ത A ഈക്വൽ ടു T5 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പി സ്റ്റേറ്റ്മെന്റ്. അവിടെ എന്തുവാ പറഞ്ഞേക്കുന്നത്? കോപ്പി സ്റ്റേറ്റ്മെന്റിൽ ആർഗ്യുമെന്റ് 1 എന്ന് പറഞ്ഞാൽ വൈയും റിസൾട്ട് എന്ന് പറഞ്ഞാൽ എക്സ് എന്നും പറഞ്ഞു. മനസ്സിലായി? ഇവിടെ ആർഗ്യുമെന്റ് 1 എന്ന് പറഞ്ഞാൽ T5ഉം റിസൾട്ട് എയും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ലൊക്കേഷനിൽ പോയിട്ട് ഓപ്പറേഷൻ ഏതാ? ഈക്വൽ ടു ആർഗ്യുമെന്റ് 1 എന്ന് പറഞ്ഞാൽ ഏതാ? T5, ദെൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എ. ഇതാണ് ഒരു ക്വാഡ്രപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് എ 3 അഡ്രസ് കോഡ്. മനസ്സിലായോ? ക്വാഡ്രപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് എ 3 അഡ്രസ് കോഡിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ നമ്മൾ കണ്ടു 3 അഡ്രസ് കോഡ് റെപ്രസെന്റേഷൻ കണ്ടു. അത് കഴിഞ്ഞ് അത് ക്വാഡ്രപ്പിൾസ് നോക്കണമെങ്കിൽ എത്ര ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു? 4 ഫീൽഡ് എന്ന് പറഞ്ഞു. 4 ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇതാണ് ഒരു 3 അഡ്രസ് കോഡിന്റെ ക്വാഡ്രപ്പിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ ആയിരിക്കും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ടു ക്വാഡ്രപ്പിൾ. ഇവിടെ എക്സ്പ്രഷൻ നോക്കാം. A പ്ലസ് ബി സ്റ്റാർ സി സ്ലാഷ് ഇ ക്യാപ് എഫ് പ്ലസ് ബി സ്റ്റാർ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻസ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 3 അഡ്രസ് കോഡിലോട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ ആണോ? കൺസ്ട്രക്ട് 3 അഡ്രസ് കോഡ്. ഓക്കെ, 3 അഡ്രസ് കോഡിൽ എടുക്കുമ്പോൾ ആദ്യം ഇതിൽ ഏതെടുക്കും? ഫസ്റ്റ് പ്രയോറിറ്റി ഏതാ? ക്യാപ്പിന്. ക്യാപ് ഫംഗ്ഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? സ്റ്റാറും സ്ലാഷും സെയിം പ്രയോറിറ്റി ആണ്. അന്നേരം ഒരു എക്സ്പ്രഷന്റെ ലെഫ്റ്റ് നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ഏതാ എടുക്കുന്നത്? ഇ ക്യാപ് എഫ്. അതൊരു ടെമ്പററി വേരിയബിളോട്ട് അസൈൻ ചെയ്തു, ഇ ക്യാപ് എഫ്. ദെൻ ഏത് എടുത്തു? ബി സ്റ്റാർ സി. ബി സ്റ്റാർ സി എടുത്തല്ലോ. എന്തുകൊണ്ടാ? സ്റ്റാറും ഹാഷും സെയിം പ്രയോറിറ്റി ആണ്. ലെഫ്റ്റ് റൈറ്റ് പിന്നെ ചെയ്താൽ മതി. അങ്ങനെ ആവുമ്പോൾ റൂൾ അനുസരിച്ച് ബി സ്റ്റാർ സി ആ വരുന്നത്. ബി സ്റ്റാർ സി. ദെൻ അപ്പൊ ബി സ്റ്റാർ സി ഏതിലോട്ട് എടുത്ത് T2 കൊടുത്തു. ഇ ക്യാപ് എഫ് എന്ന് പറഞ്ഞാൽ T1 കൊടുത്തു. ഇനി എന്തോ സ്ലാഷ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി സ്റ്റാർ സി സ്ലാഷ് ഇ ക്യാപ് എഫ്. അങ്ങനെ ഇ ക്യാപ് എഫ് എവിടെ ഇരിപ്പുണ്ട്? T1 ഇരിപ്പുണ്ട്. ബി സ്റ്റാർ സി എവിടെ ഇരിപ്പുണ്ട്? T2 ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ T3 എന്ത് വരും? T2 സ്ലാഷ് T1. ഓക്കെ ആണോ? T2 സ്ലാഷ് T1 എന്ന് വരും. ഓക്കെ ആണോ? ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു? T3 ആണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്ത്? 2 പ്ലസ് ഓപ്പറേറ്റർ, ഒരു സ്റ്റാർ ഓപ്പറേറ്റർ. അപ്പൊ എന്ത് ചെയ്യാം? ഈ സ്റ്റാർ ഓപ്പറേറ്റർ ആദ്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത് T4 എന്ത് വരും? ബി സ്റ്റാർ എ. ഓക്കെ ആണോ? ബി സ്റ്റാർ എ വരും. അത് കഴിഞ്ഞാൽ ബി സ്റ്റാർ എ റിസൾട്ട് എവിടെ വരുന്നത്? T4 ഇരിപ്പുണ്ട്. ഓക്കെ ആണോ? ഇനി എന്തോ? എ പ്ലസ് ഇത്രേ എക്സ്പ്രഷൻ പ്ലസ് ഇത്രേ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ഇത്രയുടെ എക്സ്പ്രഷൻസ് എവിടെ ഇരിപ്പുണ്ട്? T3 ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ T5 ഈക്വൽ ടു എങ്ങനെ വരും? അടുത്ത ടെമ്പററി വേരിയബിളോട് T5 ഈക്വൽ ടു എ പ്ലസ് ഇത്രയുടെ സ്റ്റേറ്റ്മെന്റ് എവിടെ? T3 അല്ലെ? എ പ്ലസ് T3 ഇരിപ്പുണ്ട്. ഈ റിസൾട്ട് എവിടെ? T5 ഇരിപ്പുണ്ട്. അപ്പൊ ഇത്രയും റിസൾട്ട് എന്തേ? ഇത്രയും റിസൾട്ട് ആയി. എവിടെ ഇരിപ്പുണ്ട്? T5 ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെന്ത് വരും? T5 പ്ലസ് ഈ എക്സ്പ്രഷൻ എവിടെ ഉണ്ട്? T4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ T6 എന്ത് വരും? T5 പ്ലസ് T4. ഇങ്ങനെയാണ് നമ്മുടെ 3 അഡ്രസ് കോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പം വേറെ എക്സാമ്പിൾ 3 അഡ്രസ് കോഡിന്റെ വേറെ എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത്. ഇനി എന്ത് ചെയ്യാം? ക്വാഡ്രപ്പിളിലോട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സിമ്പിൾ ടേബിൾ എൻട്രീസ് നോക്കുക. ഓക്കെ, സിമ്പിൾ എൻട്രീസിൽ നമുക്ക് 4 ഫീൽഡ് ഏതൊക്കെയാണ്? ഓപ്പറേഷൻ ഫീൽഡ്, ആർഗ്യുമെന്റ് 1 ഫീൽഡ്, ആർഗ്യുമെന്റ് 2 ഫീൽഡ്, റിസൾട്ടന്റ് ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്ത് വരും? T1 ഈക്വൽ ടു ഇ ക്യാപ് എഫ്. ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ആദ്യത്തെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നതാണ്. ഇതെല്ലാ സ്റ്റേറ്റ്മെന്റും അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, ഓപ്പറേറ്റർ ഓർ റിസൾട്ട്. ഓക്കെ ആണോ? ഞാൻ ഓപ്പറേറ്റർ അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്പറേറ്റർ ഏതാ? ക്യാപ്പ്. ആർഗ്യുമെന്റ് 1 എന്ന് പറഞ്ഞാൽ ഇ, ആർഗ്യുമെന്റ് 2 എഫ്, റിസൾട്ട് T1. ഓക്കെ ആണോ? ഇത് എളുപ്പം അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ. ദെൻ അടുത്ത ലൊക്കേഷനിൽ നമ്മുടെ ഓപ്പറേറ്റർ ഏതാ? സ്റ്റാർ, ആർഗ്യുമെന്റ് 1 ബി, ആർഗ്യുമെന്റ് 2 സി, ദെൻ റിസൾട്ട് T2. ദെൻ അടുത്ത ലൊക്കേഷനിൽ ഏതാ? ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സ്ലാഷ്, ആർഗ്യുമെന്റ് 1 T2, ആർഗ്യുമെന്റ് 2 T1, ദെൻ റിസൾട്ട് T3. ദെൻ അടുത്ത ലൊക്കേഷനിൽ ഓപ്പറേറ്റർ ഏതാ? സ്റ്റാർ, ബി, എ, റിസൾട്ട് T4. ദെൻ അടുത്ത ലൊക്കേഷനിൽ ഓപ്പറേറ്റർ ഏതാ? പ്ലസ്, ആർഗ്യുമെന്റ് 1 എ, ആർഗ്യുമെന്റ് 2 occupies T3, result occupies T5. Then അടുത്ത ലൊക്കേഷനിൽ ഓപ്പറേറ്റർ പ്ലസ്, ആർഗ്യുമെന്റ് 1 occupies T5, ആർഗ്യുമെന്റ് 2 occupies T4, then result occupies T6. എക്സാമ്പിൾ ക്വാഡ്രപ്പിളിന്റെ എക്സാമ്പിൾ കണ്ടില്ലയോ? അപ്പൊ ഇതാണ് ക്വാഡ്രപ്പിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ക്വാഡ്രപ്പിൾ റെപ്രസെന്റേഷനിൽ എത്ര ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു? 4 ഫീൽഡ് എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അത് എന്ത് ചെയ്യണം? 3 അഡ്രസ് കോഡിലോട്ട് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം? 3 അഡ്രസ് കോഡിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സിമ്പിൾ ടേബിളിലോട്ട് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തതിന് ശേഷം ആ വാല്യൂസ് അസൈൻ ചെയ്യും. ഇങ്ങനെയാണ് ക്വാഡ്രപ്പിൾ വാല്യൂസിന്റെ എന്ന് വെച്ചാൽ ക്വാഡ്രപ്പിൾ രീതിയിൽ ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് ട്രിപ്പിൾസ് ആണ്. ഏതൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞേ? ക്വാഡ്രപ്പിൾസ്, ട്രിപ്പിൾസ് ആൻഡ് ഇൻഡയറക്ട് ട്രിപ്പിൾസ് എന്ന് പറഞ്ഞു. ഇനി ട്രിപ്പിൾസ് നോക്കാം. In triple representation, the use of temporary variable is avoided and instead reference to instructions are made. അതായത് അവിടെ ടെമ്പററി വേരിയബിൾ എന്ന് പറയുന്ന ഫീൽഡ് അങ്ങ് അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്തിട്ട്, അതായത് ട്രിപ്പിൾ 3 ഫീൽഡേ ഉള്ളൂ. അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ടെമ്പററി ഫീൽഡ് ലാസ്റ്റ് ഫീൽഡിനെ അവോയ്ഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? റെഫറൻസ്, ഇൻസ്ട്രക്ഷൻസിന്റെ റെഫറൻസ് കൊടുക്കും. ഏത് ലൊക്കേഷൻ ആണോ ആ ലൊക്കേഷന്റെ റെഫറൻസ് കൊടുക്കും. അപ്പൊ ഏതൊക്കെയാ റെക്കോർഡിന് ഉപയോഗിക്കുന്ന 3 ഫീൽഡ് എന്നൊക്കെ ചോദിച്ചാൽ argument 1, argument 2. So the 3 address statement can be represented by record with only 3 field. ഏതൊക്കെ ഫീൽഡ്? ഓപ്പറേറ്റർ ഫീൽഡ്, argument 1 and argument 2 field. Since their field are
യൂസ്ഡ് ദിസ് ഇന്റർമീഡിയറ്റ് കോഡ് ഫോം known as triples. അപ്പൊ 3 ഫീൽഡേ ഉള്ളൂ. അത് ഇന്റർമീഡിയറ്റ് കോഡ് ഉപയോഗിക്കുന്നതിനെയാണ് ട്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ നീഡ് ടു യൂസ് ടെമ്പററി വേരിയബിൾസ്. മനസ്സിലായി? അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തോ? ടെമ്പററി വേരിയബിൾസ് ഉപയോഗിച്ചില്ലെങ്കിൽ അഡീഷണൽ ഫീൽഡ് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? അതിനകത്ത് മെമ്മറിയും ടൈമും അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. എങ്കിൽ അതിനകത്ത് ഡിസഡ്വാൻറ്റേജ് എന്തുവാ? ട്രിപ്പിൾ റെപ്രസെന്റേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ് ഫോർ ഒപ്റ്റിമൈസിങ് കമ്പൈലേഴ്സ്. കമ്പൈലേഴ്സിന് ട്രിപ്പിൾ റെപ്രസെന്റേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ഒപ്റ്റിമൈസേഷൻ സ്റ്റേറ്റ്മെന്റ് നീഡ് ടു ബി ഷഫിൾഡ്. എപ്പോൾ വേണമെങ്കിലും ഷഫിൾ ചെയ്യാം. എങ്ങനെയാണോ അറിയാമോ? സ്റ്റേറ്റ്മെന്റ് 1 ക്യാൻ ബി കം ഡൗൺ ആൻഡ് ഓർ സ്റ്റേറ്റ്മെന്റ് 2 ക്യാൻ ബി കം അപ്പ്. ഏത് സ്റ്റേറ്റ്മെന്റ് എവിടെ വേണമെങ്കിലും വരാം. അത് റെഫറൻസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വേണമെങ്കിലും വരാം. മനസ്സിലായല്ലോ? സോ ദ റെഫറൻസ് വി യൂസ് ഇൻ ദ റെപ്രസെന്റേഷൻ വിൽ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വരുന്ന റെഫറൻസ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ റെപ്രസെന്റേഷൻ ചേഞ്ച് ചെയ്യാം. അപ്പൊ അതാണ് ട്രിപ്പിൾസ്. ഓക്കെ, അതിനകത്ത് എന്ത് പറയുന്നത്? 3 ഫീൽഡേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ട്രിപ്പിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ കാണാം. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഇൻടു ട്രിപ്പിൾ. നമ്മുടെ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. a equal to b star minus c plus b star minus c. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? കൺസ്ട്രക്ട് ദ 3 അഡ്രസ് കോഡ് ഫോർ ദ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷന് വേണ്ടി ഒരു 3 അഡ്രസ് കോഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. നമ്മൾ 3 അഡ്രസ് കോഡ് നേരത്തെ ജനറേറ്റ് ചെയ്ത് എങ്ങനെ വരുന്നത്? ആദ്യം t1 ഈക്വൽ ടു യൂണറി മൈനസ് c, then t2 ഈക്വൽ ടു b star t1, t3 ഈക്വൽ ടു യൂണറി മൈനസ് c, then t4 ഈക്വൽ ടു b star t3, then t5 ഈക്വൽ ടു t2 പ്ലസ് t4, then a ഈക്വൽ ടു t5. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇനി അതിനെ ട്രിപ്പിൾ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടത്. ട്രിപ്പിൾ റെപ്രസെന്റേഷൻ നമ്മൾ എന്ത് പറഞ്ഞേ? 3 ഫീൽഡേ ഉള്ളതെന്ന് പറയുന്നത്. ഏതൊക്കെയാ? ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1 ആൻഡ് ആർഗ്യുമെന്റ് 2. ഓപ്പറേറ്ററും ആർഗ്യുമെന്റ് 1ഉം ആർഗ്യുമെന്റ് 2ഉം വെച്ചാണ് എന്ത് പറഞ്ഞേ? ട്രിപ്പിൾ റെപ്രസെന്റേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ സെയിം 3 അഡ്രസ് കോഡിനെ നമുക്ക് ട്രിപ്പിൾ റെപ്രസെന്റേഷനിൽ സിമ്പിൾ ടേബിളിൽ എങ്ങനെ കൊടുക്കും നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തോ? ആർഗ്യുമെന്റ് 1ഉം ആർഗ്യുമെന്റ് 2ഉം ഉള്ളു. റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് ഒഴിവാക്കിയത്. റിസൾട്ടിനകത്ത് വരുന്ന എല്ലാം എന്തോ ടെമ്പററി ഫീൽഡ് ആണ്. അതാണ് അപ്പൊ നമ്മൾ ഒഴിവാക്കിയത്. ടെമ്പററി വേരിയബിൾ ഇല്ലാതെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് നോക്കാം. t1 ഈക്വൽ ടു യൂണറി മൈനസ് c. ഇപ്പൊ ഫസ്റ്റ് ലൊക്കേഷൻ എടുക്കുക. ഓപ്പറേറ്റർ ഏതാ? യൂണറി മൈനസ്. ആർഗ്യുമെന്റ് 1 ഏതാ? c. ആർഗ്യുമെന്റ് 2 ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ഫീൽഡ് എടുക്കുക. t2 ഈക്വൽ ടു b സ്റ്റാർ t1. നമ്മുടെ ഓപ്പറേറ്റർ ഏതാ? സ്റ്റാർ. ആർഗ്യുമെന്റ് 1 ഏതാ? b. ദെൻ ആർഗ്യുമെന്റ് 2 ഏതാണ്? ആർഗ്യുമെന്റ് 2 ടെമ്പററി വേരിയബിൾ ഉപയോഗിക്കില്ലെന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ റെഫറൻസ് എങ്ങോട്ടുള്ള റെഫറൻസാ? ഈ ലൊക്കേഷൻ റെഫറൻസ് ആയിട്ട് കൊടുക്കും. ആർഗ്യുമെന്റ് 2 എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനെ റെഫറൻസ് ആയിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? ആർഗ്യുമെന്റ് 2 0 വരും. ലൊക്കേഷൻ 0 വരും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. യൂണറി മൈനസ് സി. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ യൂണറി മൈനസ് സി. ആർഗ്യുമെന്റ് 2 ഉണ്ടോ? ഇല്ല. എങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. t4 ഈക്വൽ ടു b സ്റ്റാർ t3. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റർ എന്ന് പറയും സ്റ്റാർ. ആർഗ്യുമെന്റ് 1 b. t3 എന്ന് പറയുന്ന ഏതാ? തൊട്ട് മുന്നത്തെ ലൊക്കേഷൻ, അതായത് ലൊക്കേഷൻ 2. ഓക്കെ ആണോ? പോയിന്റ് ചെയ്തോ? ആ ലൊക്കേഷനിലോട്ട് റെഫറൻസ് കൊടുത്തു. ഓക്കെ, അടുത്ത ലൊക്കേഷൻ എടുക്കാം. t5 ഈക്വൽ ടു t2 പ്ലസ് t4. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പൊ അടുത്ത ലൊക്കേഷൻ എടു. ഓപ്പറേറ്റർ ഏതാ? പ്ലസ്. ഇവിടെ t2 എന്ന് പറയുന്ന ലൊക്കേഷൻ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? ദാണ്ട് ഇവിടെ ഈ ഓപ്പറേഷൻ b സ്റ്റാർ t1 എവിടെ ചെയ്തിട്ടുണ്ട്? റെഫറൻസ് എവിടെ വരും? ദാണ്ട് ഇവിടെ വരും. ഈ ലൊക്കേഷൻ വരും. അങ്ങനെ വരുമ്പം ഇവിടെ ആർഗ്യുമെന്റ് 1ലെ ലൊക്കേഷന്റെ വാല്യൂ ഏത് വരും? 1 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർഗ്യുമെന്റ് 2 എന്ത് പറഞ്ഞേക്കുന്നത്? t4 എങ്ങോട്ട് പോയിന്റ് ചെയ്ത്? ദാണ്ട് തൊട്ട് മുന്നത്തെ ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്ത്, അതായത് ഈ ലൊക്കേഷൻ 3ലോട്ട് പോയിന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതുന്ന എന്താ പറയോ? ടെമ്പററി വേരിയബിൾ അല്ല, എന്ത്? ലൊക്കേഷൻ ഫീൽഡ് എഴുതും. അപ്പം ഇവിടെ എന്തുവാ? ഫസ്റ്റ് ലൊക്കേഷൻ പ്ലസ് സെക്കൻഡ് ഈ ലൊക്കേഷൻ. മനസ്സിലായോ? അവിടെ അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ലൊക്കേഷൻ എങ്ങനെ വരും? ഇവിടെ എന്തോ ഓപ്പറേറ്റർ ഇവിടെ എന്ന് പറഞ്ഞാൽ a ഈക്വൽ ടു t5. അവിടെ ആണെങ്കിൽ വാല്യൂ റിസൾട്ടന്റ് വാല്യൂ ആണ് ഇരിക്കുന്നത്. എവിടെയാണ്? എയിലാണ്. അപ്പൊ ഓപ്പറേറ്റർ എന്ത് വരും? അസൈൻമെന്റ് ഓപ്പറേറ്റർ. ആർഗ്യുമെന്റ് 1 എന്ന് പറഞ്ഞാൽ a ആണെങ്കിൽ t5ന്റെ ലൊക്കേഷൻ ആണ് അടുത്ത ഇവിടെ വരേണ്ടത്. മനസ്സിലായ? ആർഗ്യുമെന്റ് 2 എന്ത് വരണം? t5ന്റെ ലൊക്കേഷൻ ഏതാണ്? 4th ലൊക്കേഷൻ. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ട്രിപ്പിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെയിം എക്സാമ്പിൾ വെച്ച് നമ്മൾ സിൻടാക്സ് വരച്ചു, ഡാഗ് റെപ്രസെന്റേഷൻ നടത്തി, 3 അഡ്രസ് കോഡ് ജനറേഷൻ നടത്തി, ക്വാഡ്രബിൾസ് ചെയ്തു, ട്രിപ്പിൾസ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ടു ട്രിപ്പിൾ. നമ്മുടെ അടുത്ത എക്സാമ്പിൾ തന്നെ വീണ്ടും നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്തുവാ? 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യണം. ആ 3 അഡ്രസ് കോഡ് നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്തായിരുന്നു.
ഇതാണ് നമ്മുടെ ആ എക്സ്പ്രഷന്റെ 3 അഡ്രസ് കോഡ് നമ്മൾ മുന്നത്തെ എക്സാമ്പിൾ ജനറേറ്റ് ചെയ്തായിരുന്നു. ഇനി അതിനെ നമ്മൾ എങ്ങനെ സിമ്പിൾ ടേബിളിലോട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ എന്തോ ലൊക്കേഷൻ, ഓപ്പറേഷൻ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 3 ഫീൽഡേ ഉള്ളൂ. അപ്പൊ ലൊക്കേഷൻ ഏതാ 0, ഓപ്പറേറ്റർ ഏതാ ക്യാപ്പ്, ആർഗ്യുമെന്റ് 1 ആർഗ്യുമെന്റ് 2 ഏതാ ഇയും എഫും. അടുത്ത ലൊക്കേഷൻ നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് T2 ഈക്വൽ ടു B സ്റ്റാർ C. അപ്പൊ എന്താ ഓപ്പറേറ്റർ സ്റ്റാർ ബിയും സിയും. ഓക്കെ ആണോ? ഇനി അടുത്ത ലൊക്കേഷനിൽ T3 ഈക്വൽ ടു T2/T1. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. എന്തുവാണ് T2/T1? T2ന്റെ ലൊക്കേഷൻ ഏതാ 1, T1ന്റെ /0. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ത് വരും? സ്ലാഷ് വരും. ഇവിടുത്തെ ആർഗ്യുമെന്റ് 1ൽ എന്ത് വരും? ഈ ലൊക്കേഷൻ വരും. ആർഗ്യുമെന്റ് 2ൽ ദാണ്ടെ 0 ലൊക്കേഷൻ വരും. ഓക്കെ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ലൊക്കേഷൻ നോക്കാം. ഓപ്പറേറ്റർ ഏതാ സ്റ്റാർ, ഓപ്പറേന്റ് ബിയും എയും കൊടുക്കുക. ഓക്കെ ആണോ? ഇനി അടുത്ത ലൊക്കേഷൻ നോക്ക്. 4ൽ A പ്ലസ് T3. ഓപ്പറേറ്റർ ഏതാ പ്ലസ്, എ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് 1, T3 ഏതാ ലൊക്കേഷൻ 2. ഈ ലൊക്കേഷൻ 2നെ റെഫറൻസ് ആയിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ലൊക്കേഷൻ നോക്കാം. ലൊക്കേഷൻ 5. ഓപ്പറേറ്റർ ഏതാ പ്ലസ്, ആർഗ്യുമെന്റ് 1ഉം ആർഗ്യുമെന്റ് 2. ആർഗ്യുമെന്റ് 1 ഏതാ T5. അത് പോയിന്റ് ചെയ്ത് ഏതാ 4. ഫോർത്ത് ലൊക്കേഷൻ കൊടുക്കുക. ദെൻ T4 അതിന്റെ മുന്നത്തെ ലൊക്കേഷൻ കൊടുക്കുക. ഏതാ ലൊക്കേഷൻ 3. അപ്പൊ ഈ 3 അഡ്രസ് കോഡിനെ ട്രിപ്പിൾ റെപ്രസെന്റേഷനിലോട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്ന രീതിയാണ് ഈ നമ്മളിപ്പോ ചെയ്തത്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മളൊരു ടെമ്പററി വേരിയബിൾ അവോയ്ഡ് ചെയ്തത്. ഇനി ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. എന്ത് പറയുന്നത്? ടെമ്പററി അവോയ്ഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നാ ഈ റെഫറൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മതി. അതൊരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ഉണ്ടാക്കും. അതാണ് അതിന്റെ ട്രിപ്പിൾസിന്റെ ഡിസഡ്വാൻറ്റേജസ്. പക്ഷെ അഡ്വാൻറ്റേജ് എന്തുവാ? അവിടെ ഒരു ടെമ്പററി വേരിയബിൾ അവോയ്ഡ് ചെയ്തപ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്ത് ടൈമും മെമ്മറിയും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഡയറക്ട് ട്രിപ്പിൾസ്. ഇൻഡയറക്ട് ട്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾസിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ഫോം ആണ്. ദിസ് റെപ്രസെന്റേഷൻ ഈസ് ആൻ എൻഹാൻസ്ഡ് ഫോം ഓഫ് ട്രിപ്പിൾ റെപ്രസെന്റേഷൻ. ട്രിപ്പിൾ റെപ്രസെന്റേഷന്റെ എൻഹാൻസ്ഡ് ഫോം ആണ്. ഇറ്റ് യൂസസ് ആൻ അഡീഷണൽ ഇൻസ്ട്രക്ഷൻ array to let the pointers to the triple in the desired order. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടു. ഇനി എന്തുവാ ഇൻഡയറക്ട് എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനിൽ ഒരു പോയിന്റർ റെഫറൻസ് കൂടെ വരുന്നു. മനസ്സിലായി? വേറെ ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതിനെയാണ് ഇൻഡയറക്ട് ട്രിപ്പിൾസ് എന്ന് പറഞ്ഞത്. സിൻസ് ഇറ്റ് യൂസ് പോയിന്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പൊസിഷൻ ടു ദ സ്റ്റേജ് റീപൊസിഷൻ ദ എക്സ്പ്രഷൻ ടു പ്രൊഡ്യൂസ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് കോഡ്. ഈ കോഡിന് എന്ത് ചെയ്യും? വേറെ പൊസിഷനിലോട്ട് എന്ത് ചെയ്യും? പോയിന്റർ ചെയ്യും. അതിനെയാണ് ഇൻഡയറക്ട് ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്ട് ട്രിപ്പിൾസിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ടു ഇൻഡയറക്ട് ട്രിപ്പിൾ. ഓക്കെ, സെയിം എക്സാമ്പിൾ തന്നെ എടുത്തിരിക്കുന്നത്. A equal to B star minus C plus B star minus C. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യണം? പി അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, പി അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ സിമ്പിൾ ടേബിൾ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേഷൻ എല്ലാം സെയിം ആണ്. എല്ലാം ഓക്കെ ആണ്. അതേപോലെ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഈ ഇൻഡയറക്ട് ട്രിപ്പിൾസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ ഈ ലൊക്കേഷൻ കണ്ടല്ലോ. ഈ ലൊക്കേഷനെ നമുക്ക് എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തുകൊണ്ട് അതിനെ വേറെ ലൊക്കേഷനിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലൊക്കേഷൻ ആണെങ്കിൽ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയാവോ? നമുക്ക് ഈ ലൊക്കേഷനെ പോയിന്റ് ഔട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 0 1 2 3 4 5. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തുവാ? ലൊക്കേഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ എന്താ പറയാ? ഇത് പോയിന്റ് ഔട്ട് ചെയ്യും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ഇൻഡയറക്ട് ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സെയിം ആസ് ട്രിപ്പിൾ ബട്ട് ഇറ്റ് ഈസ് ആൻ എൻഹാൻസ്ഡ് ഫോം ഓഫ് ട്രിപ്പിൾസ്. എൻഹാൻസ്ഡ് ഫോം. അപ്പൊ ഇവിടെ ലൊക്കേഷൻ സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ട്? ഈ ലൊക്കേഷനിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എതിനെ പോയിന്റ് ചെയ്യുന്നത് ട്രിപ്പിൾസിന്റെ 3 അഡ്രസ് കോഡിന്റെ റെപ്രസെന്റേഷനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെ എക്സ്ട്രാ പോയിന്റർ ആണ് ഇങ്ങോട്ട് നേരെ പോയിന്റ് ചെയ്യുക. അതേപോലെ അടുത്ത എക്സാമ്പിൾ അതുപോലെ തന്നെയാണ്. A star B star C slash E cap F plus B star A എങ്ങനെ എഴുതുമെന്ന് നോക്കിയാൽ ആദ്യം അതിന്റെ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ സിമ്പിൾ ടേബിളിൽ വാല്യൂസ് എൻ്റർ ചെയ്തു. ഓക്കെ, ദെൻ ഈ ലൊക്കേഷൻ കണ്ടല്ലോ. ഈ ലൊക്കേഷനെ വേറെ ലൊക്കേഷനിൽ നിങ്ങൾ റെഫറൻസ് ആക്കി എടുക്കുന്നു. കണ്ടോ? ഇതില് ഇപ്പൊ ഒരു ലൊക്കേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. 35 36 to 40 വരെ കിടപ്പുണ്ട്. ആ ലൊക്കേഷനിൽ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഈ ലൊക്കേഷനെയാണ് അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഇൻഡയറക്ട് ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മളിവിടെ കണ്ടതേ ഉള്ളൂ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് റെപ്രസെന്റേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഏതൊക്കെയാണ്? സിന്റാക്സ് ട്രീ, DAG, പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ, 3 അഡ്രസ് കോഡ്. 3 അഡ്രസ് കോഡിലെ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ക്വാഡ്രപ്പിൾ, ട്രിപ്പിൾ ആൻഡ് ഇൻഡയറക്ട് ട്രിപ്പിൾ.
അപ്പൊ ഇത്രയും പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്ത കാര്യങ്ങളും എഴുതുകയും ചെയ്യാം. ഇതാണ് ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.